PLO ആയിരുന്നു പ്രശ്നം. PLOന്റെ അധീനത്തിൽ നിന്ന് ഫിലസ്തീനെ മോചിപ്പിക്കാൻ എതിരായി പ്രവർത്തിക്കുന്ന എല്ലാവരെയും വളർത്തിക്കൊണ്ടുവരാം എന്നവർ നിലപാട് അവരുടെ തന്ത്രമായിരുന്നു. ആ നിലക്ക് അവർ ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന മുജാമ ഇസ്ലാമിയെ പിന്തുണച്ചിരുന്നു. ആ വർത്തമാനം വെച്ചിട്ടാണ് ഇത് ഇസ്രയേലിന്റെ സൃഷ്ടിയാണെന്ന് ഇപ്പോൾ നാവിന് എല്ലില്ലാത്ത കൂട്ടർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താണ് സഹോദരങ്ങളെ ജമാൽ മങ്കട സാഹിബിന്റെ പ്രസംഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഹമാസിന് സാമ്പത്തിക സഹായം നൽകി വളർത്തിയതിൽ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന് പങ്കുണ്ട് എന്നത് അടിസ്ഥാനരഹിതമായ ആരോപണമാണ് എന്ന് പറയാൻ ഒരിക്കലും സാധിക്കുകയില്ല എന്നർത്ഥം. ഡിപ്ലോമാറ്റിക് ആയിക്കൊണ്ട് സമാധാനപരമായിക്കൊണ്ട് ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കാൻ യാസർ അറഫാത്തിൻ്റെ കീഴിൽ PLO പരിശ്രമിക്കുമ്പോഴാണ് ഇഖ്വാനുൽ മുസ്ലിമൂൻ ആ ഒരു മണ്ണിൽ മറ്റൊരു സംഘത്തെ പ്രതിഷ്ഠിക്കുന്നത്. പക്ഷേ അന്ന് അവർ ഒരു സായുധ പോരാട്ടത്തിലേക്ക് ഇറങ്ങാനല്ല ആദ്യം ശ്രമിച്ചത്, മറിച്ച് സേവന പ്രവർത്തനങ്ങളും മറ്റുമൊക്കെയായി